വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. സവാദീസ് ഇന്നസെന്റ്, ഓക്കെ, ഹനാൻ ഷാ ഇന്നസെന്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിപ്പോ ചിലപ്പോ അബ്ദുൽ ഹക്കീം പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോ ആന്റണി വർഗീസ് പെപ്പയുടെ ഏത് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ക്യാഷ് മേടിച്ചതെന്നും ഏത് വണ്ടിയിൽ നിന്നാണ് അത് കൊടുത്തതെന്നും പറയണോ? ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ മൊത്തം കാര്യം ഇതിനകത്ത്. ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയും അബ്ദുൽ ഹക്കീമും ഇപ്പോൾ ദുബായിലാണ്. അവര് അവിടെ ഇരുന്നിട്ട് ഹന കുട്ടിയായിരുന്നപ്പോൾ കുട്ടിയെടുക്കുന്ന ഫോട്ടോ ആണെന്ന് മനസ്സിലാവും. സ്വകാര്യ ലാഭത്തിനും വേണ്ടിയിട്ട് എന്നെ പുറകിൽ നിന്ന് കുത്തിയവരിൽ നിന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് വേണ്ടി നിന്നതിനും ആണ് നീ ഇത്രയധികം ഹെയ്റ്റ് സോഷ്യൽ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ വിഷയവും ട്രെൻഡിങ് ആവുന്ന എപ്പോഴാണ്? നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവുന്ന സമയത്താണ് ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഹനാൻ ഷാ ഫാൻസ്, അല്ലെങ്കിൽ ഹനാൻ ഷാ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷയം ട്രെൻഡിങ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈക്വലി ആ ഒരു ക്രൈമിൽ പാർട്ട്നേർഡായി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി ഹനാൻ ഷാ ആണ്. എനിക്ക് സീരിയസ്ലി ഞാൻ ഹനാൻ്റെ വലിയൊരു ഫാനാണ്. ഹനാൻ്റെ ഒരുവിധം എല്ലാ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ കാണുന്നതാണ്. നമ്മുടെ നാട്ടുകാരനാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ബേസ്ലെസ് പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. വരിക എന്ന് പറഞ്ഞാൽ റിയലി അൺഫോർച്ചുനേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഗുരുതരമായ ആരോപണം എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഒരിക്കലും ഹനാൻ ഇതിൽ തെറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ ഈ നിമിഷം ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. എനിക്കിത് നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഹനാൻ ഷാ ഫാനോ ഹുവെവർ ഇറ്റ് ബി, എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം പ്ലീസ് കമൻറ്റ് ചെയ്യുക. വിഷയത്തിലേക്ക് വരാം. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ. ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ഇത് വേറെ ടോപ്പിക്കാണ് കേട്ടോ. ഈ മറ്റേ അഹാന കൃഷ്ണ തൻവി വിഷയം. ആ വിഷയത്തിൽ ഇതൊരു വീഡിയോ ചെയ്യാൻ മാത്രമല്ല, പക്ഷേ ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു എന്ന് മാത്രം. ഈ ഒരു വിഷയത്തിൽ സിന്ധു കൃഷ്ണയുടെ, ഇന്നലെ അഹാനയുടെ ഒക്കെ വിഷയം നടന്നതിൽ സിന്ധു കൃഷ്ണയുടെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികരണമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെറിയ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബ് നോക്കിയ സമയത്ത് കണ്ടതാണ് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം, സിന്ധു കൃഷ്ണയുടെ പ്രതികരണം, പിന്നെ ദിയ കൃഷ്ണയുടെ പ്രതികരണം. ഇന്നലെ അഹാന കൃഷ്ണ വേറെ കുറേ കേസായിട്ടുണ്ടായിരുന്നു. അഹാനല്ല, മറ്റേ അതിൻ്റെ താഴെയുള്ള അൻസുബി. ഈ 3 പേരുടെയും പ്രതികരണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. ആക്ര കാട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഭാഷ പറയാം, ആക്രാന്തം കാട്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. ഞാൻ നോക്കിയ സമയത്ത് എന്നോട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് നമ്മളൊക്കെ ഞാൻ ഈ വിഷയത്തിൽ കാര്യമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടും വസ്തുതകൾ വെച്ച് വീഡിയോ ചെയ്തുകൊണ്ടും ചെയ്യുന്നത് കൊണ്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തംബ്നെയിൽ എഴുതി കൊടുത്ത് ക്ലിക്ക് ബൈറ്റ് ചെയ്യാത്തതുകൊണ്ടും പല ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്ന ഒരു റെസ്പോൺസോ കാര്യങ്ങളോ അങ്ങോട്ടോ വാക്കർക്കത്തിൽ നിൽക്കുന്നില്ല. എല്ലാവരും ഓരോ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. ദിയാകൃഷ്ണയോ അല്ലെങ്കിൽ കൃഷ്ണകുമാറോ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അനാവശ്യമായിട്ട് എന്തിനാണ് ഈ ആക്രാന്തം കാട്ടിയിട്ട്? ഇത് സാധാരണ തിന്നാൽ പോരെ, പനിയും തിന്നാറിയില്ലേ, എന്തിനാ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എനിക്കറിയില്ല. പോട്ടെ, ഞാൻ ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞുള്ളൂ. ആകെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് സിന്ധു കൃഷ്ണയാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ സിന്ധു കൃഷ്ണയ്ക്ക് പോലും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിക്കോസ് അഗെയിൻ ദാറ്റ് വിൽ ബി എ ചർച്ചാ വിഷയം. നോക്കിക്കോളൂ. ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. അവർ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന, ഹാന കുട്ടിയായിരുന്നപ്പോൾ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണെന്ന് മനസ്സിലാവുന്നു. ഇത് 2 പേരും ഷെയർ ചെയ്തിട്ടുണ്ട്. അമ്മു, ഐ എം റിയലി സോറി ഫോർ ഓൾ ദ ഹെയ്റ്റ് യു ആർ റിസീവിങ് ഫ്രം ഓൺ സോഷ്യൽ മീഡിയ, ജസ്റ്റ് ഫോർ ബീയിങ് ദെയർ ടു സപ്പോർട്ട് മീ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് മീ ഫ്രം ക്ലോസ് വൺസ് who chose to backstab me for their personal gains. അമ്മു, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്തിന്? നിനക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വെറുപ്പിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അതുണ്ടാവുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നത് ഞാൻ വളരെ പേഴ്സണലായിട്ട് വളരെ അടുപ്പം എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും പേഴ്സണൽ ഗെയിൻ, സ്വകാര്യ ലാഭത്തിനും വേണ്ടിയിട്ട് എന്നെ പുറകിൽ നിന്ന് കുത്തിയവരിൽ നിന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് വേണ്ടി നിന്നതിനും ആണ് നീ ഇത്രയധികം ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിൽ റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അമ്മു എന്നും പറഞ്ഞിട്ട് അമ്മ മകൾക്കുള്ള ഒരു മാപ്പപേക്ഷ സോഷ്യൽ മീഡിയയിലൂടെ തന്നു.
ഇതാണ് ഞാൻ ഇന്നലെ എല്ലാവരുടെ കേസിലും മുഴുവൻ പറയുന്നത്. എന്നിട്ട് അതിന് മകള് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. യു ഡിഡ് നോ റോങ്, ദി യൂണിവേഴ്സൽ നോസ് ഇറ്റ്. അത് അമ്മയുടെ മറുപടിയാണ്, എനിക്കറിയില്ല, അമ്മയുടെ തന്നെ തോന്നുന്നുണ്ട്. യു ഡിഡ് നോ റോങ്, ദി യൂണിവേഴ്സ് നോസ് ഇറ്റ് ആൻഡ് സോ ഡസ് യുവർ ക്ലോസ്ഡ് വൺ, സോ ലെറ്റ് ദി ഹേറ്റേഴ്സ് സ്പീക്ക്. അങ്ങനെ തോന്നുന്നുണ്ട്, അതിനിടയിൽ ഇങ്ങനെ എഴുതി കാണുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഉലകത്തിന് മുഴുവൻ ഇതറിയാം, നിൻ്റെ അടുത്തുള്ളവർക്കും അറിയാം, ഹേറ്റേഴ്സ് സംസാരിച്ചോട്ടെ. നമ്മളിപ്പോൾ ഒരു ഹേറ്ററൊന്നും, ഞാനിപ്പോൾ ഇതിൽ സംസാരിച്ച വ്യക്തിയാണ്, ഞാനിതിലൊരു ഹേറ്ററൊന്നുമല്ല. ഞാൻ ഈ വിഷയം കണ്ട സമയത്ത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയ്ക്ക് മകളോട് സോറി പറയണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ രണ്ടാമതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് എടുത്തിട്ടത്? നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് എല്ലാവരും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. ദിയാകൃഷ്ണൻ പ്രതികരിച്ചു, അച്ഛൻ പ്രതികരിച്ചു, അമ്മച്ചൻ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ വരും. ഇതിൻ്റെ പേരിൽ വീണ്ടും വരേണ്ട ഒരു സിറ്റുവേഷനിൽ വരികയാണ്. അമ്മ ഐ റിയലി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മകളോട് സോറി പറഞ്ഞാൽ പോരെ? എന്തിനാ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിരുന്നത്? അഗെയിൻ ദിസ് ഇസ് യുവർ പേഴ്സണൽ തിങ്. വി ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു കമൻറ്റ് ഓൺ ദിസ്. ഇടാതിരുന്നാൽ നന്ന്. എനിവേയ്സ്, ഇതൊരു അവസാനിച്ച് പോവുകയാണെങ്കിൽ അവസാനിച്ച് പോട്ടെ, ഇത്ര തന്നെയുള്ളൂ. ഒരു പേഴ്സണൽ ഇഷ്യൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാനാണ് താല്പര്യമെങ്കിൽ ഇറ്റ്സ് ഫൈൻ ടു ബി ഇൻ ലൈം ലൈറ്റ്. ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ചെയ്തതെന്ന് തോന്നുന്നില്ല. വിഷമം കൊണ്ട് ഇതായിരിക്കാം. പക്ഷേ എവറിബഡി ഈസ് ഇൻവോൾവ് ഇൻ സോഷ്യൽ മീഡിയ. എല്ലാവർക്കും എല്ലാവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് അവരവരുടെ ഫോളോവേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. ഫോളോവേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, പക്ഷെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? അമ്മയും മക്കളും തമ്മിൽ നമ്മളൊക്കെ വീടുകളിലുണ്ടോ? അമ്മ മക്കളോട് അമ്മയോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് അറിയിക്കുക. ഈവൻ ഇഫ് യു ഹാവ് ഗോട്ട് സോഷ്യൽ മീഡിയ പ്രസൻസും അക്കൗണ്ട്സ് ഒക്കെ വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്തിനാണ് അറിയിക്കുന്നത്? അവരവരുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ പറ്റും. എന്നാലും അത് സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞ് പോയതല്ലേ. ഓക്കെ, ഈ ഒരു വിഷയം ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നതിന്. ഇനി നമ്മുടെ ഹനാൻ ഷാ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ തന്നെ സമയം 5-6 മിനിറ്റ് ആയില്ലേ. പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ഡ്രേക്ക് റെമോറെ. കുറച്ച് ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ്, ഞാനിപ്പോൾ എൻ്റെ കലീഗ്സ് ഇതേപോലെ ആൾക്കാരൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ ഏറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ഗോസിപ്പ് അടിക്കും, ഏറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, തെറ്റാണെന്നാലും പറയാണ്, ഫേക്ക് മറ്റേ തംബ്നെയിലും കാര്യങ്ങളൊക്കെ വയ്ക്കും. പക്ഷെ അതല്ലാത്തൊരു വിഭാഗമുണ്ട്. ഇവരെന്താ വെച്ചാൽ പല ആൾക്കാരുടെ, ഇവരാണ് സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് സോഷ്യൽ മീഡിയയിലെ പോലീസ്, സോഷ്യൽ മീഡിയയിലെ കോടതി, ഇതൊക്കെ ഇവരാണ് എന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് കുറേ BGM, പ്രത്യേകിച്ച് പണി സിനിമയിലെ BGM, ലോക സിനിമയിലെ BGM, ഈ 2 BGM ഇറങ്ങിയില്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല. ഇങ്ങനെ കുറച്ച് BGMs ഒക്കെ അവനവൻ്റെ വീഡിയോസിൽ കുത്തിക്കയറ്റി ഒരു പ്രത്യേക ആംഗിളിൽ വീഡിയോ വെച്ച് ഒരു പ്രത്യേക ആംഗിളിൽ നോക്കി പല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്ത് ഇടയ്ക്ക് കുറേ ബാക്കിയുള്ള പല സംഭവങ്ങളൊക്കെ വലിച്ചു കയറ്റി മാസ് റീൽസൊക്കെ ഇട്ടിട്ട് പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. യൂട്യൂബിലൊക്കെ നമ്മൾ ഇതേമാതിരി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഇതുപോലെ കാര്യങ്ങൾ പറയണവരൊക്കെ കംപ്ലീറ്റ് ഗോസിപ്പും, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ജെന്യുവിനായിട്ട് സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൽ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇവരൊന്നും ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നത്, ദ വേ ദേ ആർ ഡൂയിങ്. അതെന്തുകൊണ്ടാണ് തെറ്റാന്നുള്ളത് പറയുന്നില്ല, പക്ഷെ എന്നാലും ചില കാര്യങ്ങളൊക്കെ പിന്നീട് ഓരോരുത്തരുടെ കാര്യത്തിന് വെളിച്ചത്ത് വരികയാണ്. ഇതുപോലുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ആണ് എൻ്റെ കാസറ്റിൽ ഹക്കീമിനെ അറിയുമെന്ന് അറിയില്ല, യൂട്യൂബിലുള്ളവർക്ക് അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് അറിയും, ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളായിരിക്കും അറിയാത്തത്. എൻ്റെ കാസറ്റ് ഹക്കീം ഇതുപോലുള്ള പല കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തു വിടും. ഇവരൊക്കെ ഒരു മോഡസ് ഓപ്പറാൻഡി, എന്താ പറയുക, ഒരു പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രസൻസ് ആയിട്ട് നിലനിൽക്കുന്നു. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിങ്ങൾ ബാധിക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുക, അല്ലെങ്കിൽ പരാതിപ്പെടുക ചെയ്യുന്നു. കോടതിയിൽ പോകുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളെ കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ ആൾക്കാരെ ക്ഷണിക്കുക. എങ്ങനെയൊക്കെയല്ല അതിൻ്റെ ആ വഴി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ നേരെ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. കോൺടാക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ പറയും അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ചങ്ങാതിനെ കുറിച്ച് ഗോപ്രോ മച്ചാനെ കുറിച്ച് ഒരു വിവരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. ഇവർ നാളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചെയ്യുന്നു. ഈ ഗോപ്രോ മച്ചാൻ എന്നുള്ള ചങ്ങാതിനെ മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇട്ട് പറയുന്നത് മീറ്റ് മിസ്റ്റർ ഗോപ്രോ മച്ചാൻ, ഇന്ന പരിപാടികളൊക്കെ ചെയ്തു ഞാൻ. എന്നിട്ട് താഴെ അതിൻ്റെ അടിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ അലിഗേഷനോ കാര്യങ്ങളോ വെക്കും. എന്നിട്ട് പിന്നെ ആ സ്റ്റോറി ഇട്ടിട്ട് അവർ വഴിക്ക് പോകുന്നു, കുറേ BGM കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റുന്നു. പിന്നെ എന്ത് സംഭവിക്കും, അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എന്തായി, ഈ ചങ്ങായി ഈ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു പരിപാടി ചെയ്തവനാണെന്നുള്ള സംഭവം അങ്ങോട്ട് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ സ്റ്റോറി പോകുന്നു, ഇതിൻ്റെ യാതൊരു വിവരമില്ല. ഇതിനെക്കുറിച്ച് കുറേ ഫോളോ അപ്പ് സ്റ്റോറികൾ വരുന്നു, ഇവർ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, കുറേ BGM ഒക്കെ ഇടുന്നു, പിന്നെ ഇതിൻ്റെ യാതൊരു വിധ അപ്ഡേറ്റും ഇല്ല. അത് എവിടേക്കാണ് പോയി തന്നെ അറിയില്ല. അങ്ങനെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളൊരു വിഷയമായിരുന്നു
ആന്റണി വർഗീസ് പെപ്പയ്ക്കെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം, ഒരു പെൺകുട്ടി വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഞാൻ അതും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എൻഡ് ഓഫ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. വർഗീസ് പെപ്പയ്ക്കെതിരെ കുറച്ച് കാലം മുന്നേ ഹക്കീമിൻ്റെ പേജിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഇന്ന കുട്ടീൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, പെൺകുട്ടിയുടെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. പക്ഷേ അതിൻ്റെ തലയും വാലും ഒന്നും ഉണ്ടായില്ല. എന്താ ഉണ്ടായില്ല, പിന്നെ കേസ് കൊടുത്തോ എന്താ സംഭവം എന്നറിയില്ല. അതായത് പാരലൽ ഒരു കോംപ്രമൈസിങ് വേൾഡ്. മറ്റേ നമ്മൾ ഈ പഴയ സഞ്ജയ് ഈ വാസ്തവ സിനിമയിലൊക്കെ ഉണ്ട്, മാണ്ഡ്വാലി എന്ന് പറയും, ഈ കോംപ്രമൈസ് ചെയ്യുന്നൊരു ടീം. അതായത് ഗുണ്ടകൾ മറ്റേ പ്രശ്നങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പാരലൽ വേൾഡ്. ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ അക്കൗണ്ടർ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയാനുള്ളത് പറയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നൊരു ടീം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ എൻ്റെ കാസറ്റ്, പിന്നെ ഇപ്പോൾ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡോക്ടർ ഡ്രേക്ക്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഈ എൻ്റെ കാസറ്റൊക്കെ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് മറ്റേ മരട് അനീഷിൻ്റെയും ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ കഴിഞ്ഞ് എവിടേക്കാണ് പോകണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയോ പരിപാടി, പക്ഷെ മറ്റവരൊക്കെ എന്തോ എല്ലാവരേക്കാളും മുകളിൽ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇതൊക്കെ ഉള്ള എന്തോ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നത് കാശ് വാങ്ങിച്ചിട്ടും വേറെയുള്ള പരിപാടികളും ചെയ്തിട്ടാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വന്ന് പറയുന്നത്. അതായത് ആ പെപ്പേൻ്റെ വിഷയം ഒതുക്കി തീർത്തു. 25 ലക്ഷം രൂപ പെപ്പേൻ്റെ അടുത്ത് നിന്ന് പണം തട്ടിയെടുത്തിട്ട് ആ ഇടപാട് ഒതുക്കി തീർത്തതിൽ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള കോമൺ ഫ്രണ്ടായിട്ടുള്ള ഹനാൻ ഷാ ആണ്. ഹനാൻ ഷാൻ്റെ ഫ്രണ്ടായിട്ടുള്ള സവാദ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ കാശ് മാറ്റിയത്. അതിൽ 25 ലക്ഷം രൂപ പെപ്പേൻ്റെ ഭാഗത്ത് നിന്ന് അടിച്ചെടുത്തിട്ടാണ് ഈ ഒരു കേസ് ഒതുക്കി തീർത്ത് എന്നൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞ ചങ്ങായി ആ അക്കൗണ്ടിലൂടെ അനന്തു സുൽജിത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടിയായിട്ട് എൻ്റെ കാസറ്റ് ഹക്കീം വന്നിട്ട് ഇത് തെറ്റാണ്, ഹനാൻ ഷാക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുണ്ട് കുറച്ച് സംഭവങ്ങൾ, എന്താണ് പഴയ വിഷയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സംസാരം പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. ഞാനിപ്പോൾ ഇനി പ്ലേ ചെയ്യും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ വന്നിട്ടുള്ള അനന്തു എന്നുള്ള ആളാണ്. അനന്തുവിൻ്റെ ഒരു സ്റ്റോറിയാണ്. അനന്തു കുറേ കാര്യങ്ങൾ പറയുന്നത്, ഹക്കീമിനെതിരെ കുറേ ആൾക്കാർ അനന്തുവിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ നോക്കുന്നത്, എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പണീൻ്റെയും മറ്റേൻ്റെയൊക്കെ BGM കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. Meet Hanan Shah, Abdul Hakim and Sharif Mohammed. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എൻ്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു, ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്ന നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനൊരു അപ്പൊ സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു ഓൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള, സോറി കേട്ടോ, ഞാൻ ചിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവരെ കുട്ടികളെ BGM ഇതിടയ്ക്ക് ഹനാൻ ഷാനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു BGM ബാക്കി സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ.
ഈ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഇവരുടെ സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നറേഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ജെന്യൂനാണ്. ഇത് നെക്സ്റ്റ് സ്റ്റേജ്, ഇത് ഞാൻ പറയാൻ കാണിച്ചത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എങ്ങോട്ടാ പോകണമെന്നുള്ള അറിയില്ല. പിന്നെ എന്തെങ്കിലും കാലത്ത് ഇവർക്കെതിരെയൊക്കെയുള്ള അലിഗേഷൻസും കാര്യങ്ങളായിട്ട് ആണ് പുറത്തേക്ക് വരിക. ഇപ്പം തന്നെ ഒന്നാമത് ഹനാൻ ഷായ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. മലബാർ അരിജിത് സിംഗ് എന്നും പറഞ്ഞിട്ട് ആ ചങ്ങാതിന് എന്ത് പിന്നെ കാട്ടാളൻ സിനിമയിൽ സൗണ്ട് ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ട്രോളുണ്ട്. എന്തിനാ അനാവശ്യമായിട്ട്? ഇപ്പോൾ അടുത്തൊരു പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ. ഇതിലെന്താ വിഷയം വരുന്നത് അറിയോ? ഹനാൻ ഷാൻ്റെ പേരിൽ ഇപ്പം അടുത്ത് തൊപ്പീൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് സ്വന്തം സുഹൃത്തിൻ്റെ പെൺകുട്ടിയെ ജസ്റ്റ് അങ്ങനത്തെ ഒരു കമൻറ്റ്, ജസ്റ്റ് അല്ല ഇങ്ങനെ ഒരു കമൻറ്റ് അവിടെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് വരെ എത്തിയിട്ടുള്ള വ്യക്തിയാണ് ഹനാൻ ഷാ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു കേസിൽ, ഒരു പെൺകുട്ടി അവിടെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പകരം അങ്ങോട്ട് കാശ് കൊടുക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ അത് അവിടെയാണ് ഇതിൻ്റെ ഗൗരവമായിട്ട് വരുന്നത് എന്നുള്ള കണ്ടീഷനിലാണ് സോഷ്യൽ മീഡിയ തന്നെ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇവൻ്റെ ഈ ഒരു സംഭവം കണ്ടല്ലോ, ഇവർ കാണിക്കുന്ന തെളിവുകളൊക്കെ കണ്ടതിൽ ട്രാൻസ്ഫർ സ്ലിപ്പ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ? എക്സ്റ്റോർഷൻ, ബ്ലാക്ക് മെയിലിംഗ്, അതായത് പണം തട്ടൽ, പിന്നെ ബ്ലാക്ക് മെയിലിംഗ്. ഇതൊക്കെ വളരെ സീരിയസ് വാക്കുകളാണ്. ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വിടേണ്ട കേസുകളാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞ് അതിന് ഒത്തുതീർപ്പാക്കി നടക്കുന്ന ഒരു പാരലൽ വേൾഡ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കറിയില്ല. ഇനി ഇതിന് മറുപടിയായിട്ട് ഹക്കീമിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഹക്കീം പറഞ്ഞത് ഈ വീഡിയോ ഈ ചങ്ങായിയാണ് എൻ്റെ ഹക്കീമല്ല, എൻ്റെ കാസറ്റിലെ ഹക്കീം. ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണ്. യൂട്യൂബിൽ പല ആൾക്കാരും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഇൻസ്റ്റാഗ്രാം പോയി നോക്കി എൻ്റെ കാസറ്റ് എന്ന് അടിച്ച് നോക്കി അറിയാം ഹക്കീം. അപ്പോൾ അവർ സ്റ്റോറിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവൻ ദുബായിലാണ്, നാട്ടിലില്ല. അവിടെ ഇരുന്ന് കൊണ്ട് ഇപ്പം പല പരിപാടികളും ചെയ്യുന്നുണ്ട്. പല ആൾക്കാരുടെ കേസൊക്കെ ഇപ്പം കൊണ്ടുവരുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എവിടെ എത്തുന്നില്ല. എവിടെ ഇതൊക്കെ എത്തുക? ഇതൊക്കെ തീർന്ന്, പ്രശ്നങ്ങൾ തീർന്ന് നിയമത്തിൻ്റെ മുന്നിലൊക്കെ വന്ന് അങ്ങനെയല്ല ഇപ്പോൾ ഇതൊക്കെ തീരില്ല. നമ്മുടെ നാട്ടിൽ നിയമവും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലേ? ഇതൊക്കെ പാരലായിട്ടുള്ള യൂണിവേഴ്സിൽ മാത്രം നടന്നാൽ മതിയോ? എന്തായാലും ഹക്കീമിൻ്റെ ഒരു മറുപടി കിട്ടും. ഹക്കീം പറയുന്നത് ഹനാൻ ഷാനെ വെറുതെ വലിച്ചിടരുതെന്ന് നോക്കാം. ഗൈസ്, എനിക്ക് അനാവശ്യമായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിൽ കൊടുന്ന് ചർച്ച ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. തമ്മിൽ തല്ലുകൂടുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, സവാദീസ് ഇന്നസെന്റ്. ഓക്കെ, ഹനാൻ ഷാ ഇന്നസെന്റ് ആണ്. ഇതിലിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ മാത്രമാണ്. അത് അവർ തെളിയിക്കേണ്ടതാണ്. ഞാനാണ് വാങ്ങിയെന്ന് പറയണത്. ഞാൻ വാങ്ങിയെന്ന് അവർ തെളിയിക്കട്ടെ. ലെറ്റ് ദം ഡു. ആ പയ്യന്മാരൊന്നും ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ അവരെങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? മോശമാണ്, വളരെ മോശം. മോശം എന്ന് പറഞ്ഞാൽ എവിടെ ഇത് വരുന്നത് അറിയാം. ഇതിങ്ങനെ കുറേ ആൾക്കാരുടെ പേരിൽ ആരോപണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുക, പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങൾ വാങ്ങിയെന്ന് വേറൊരാൾ വന്ന് പറയുക. മൂന്നാമത് ഇതൊക്കെ കണ്ടിരിക്കാൻ കുറേ ആൾക്കാർ, ഇതൊക്കെ നോക്കിയും കൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ട് നോക്കുകുത്തിയായിട്ട് കുറേ നിയമവും പരിപാടിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളിരിക്കുക. കുറേ ആൾക്കാർ വിദേശത്തിരുന്നിട്ട് ഇങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യുക. അതിലിപ്പോൾ ഹനാൻ ഷാൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഓരോ വ്യക്തികൾ അത് ഏത് വ്യക്തിയിൽ ഇൻവോൾവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ കാര്യത്തിൻ്റെ ഗൗരവം, അത് എത്രത്തോളം ഇത് വരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ഹനാൻ ഷാൻ്റെ കേസിൽ ഹനാൻ ഷാ അതിൽ ഈ കാര്യത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്താ അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത് അറിയില്ല. ഇനി ഞാൻ എന്തായിരുന്നു ഈ ആൻ്റണി പെപ്പയുടെ വിഷയം എന്നുള്ളത് ജസ്റ്റ് ലാസ്റ്റ് അത് അന്നത്തെ വിഷയം ഇതേ പറഞ്ഞ പോലെ ഹക്കീമിൻ്റെ സ്റ്റോറി മാത്രമായിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചാനൽ, ഈ ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 സ്ത്രീകൾ ഇരുന്നിട്ട് വല്ല ഗോസിപ്പ് പഠിക്കുന്ന മാതിരി ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞൊരു കേസാണിത്. ഞാൻ അതിൻ്റെ ആ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഈ അനന്തുവിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി, അനന്തു സുൽജിത്ത്, ഡോക്ടർ ഡ്രേക്ക് എന്തൊക്കെയാണ് അത് നോക്കാം. അതില സിനിമാ മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ പേഴ്സണായ എന്റെ കാസറ്റ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വെറും ആരോപണമല്ല, പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും അങ്ങനെ ആ വൻമരവും വീഴുകയാണ്. ഇതിനകത്തിൽ ഇപ്പോൾ പെപ്പയെ സംബന്ധിച്ച് ഞാൻ പെപ്പയുടെ സ്റ്റോറി നോക്കിയപ്പോൾ തമിഴ്നാട് ബോർഡറിൽ എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പൊ നേരത്തെ വീഡിയോ എടുത്തിട്ടാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അല്ലെങ്കിൽ അധിക നേരം ഒന്നും ആയിട്ടില്ല ഈ പറയുന്ന സ്റ്റോറി ഈ എന്റെ കാസറ്റയുടെ അക്കൗണ്ടിൽ വന്നിട്ട്. അപ്പോൾ പുള്ളി പൊതുവെ ഇടുന്നതൊക്കെ അത്യാവശ്യം റിസർച്ച് ചെയ്ത് എന്ന് വെച്ചാൽ പുള്ളി AI കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കി അങ്ങനെ ജനറേറ്റ് ചെയ്തിരുന്ന ഒരാളല്ലേ. AI ഞാൻ ഉപയോഗിക്കാൻ കാരണം തന്നെ ഇതിന് മുൻപ് പുറത്തു വന്ന പല കേസുകളിലും നടന്മാർ ഉപയോഗിച്ചൊരു പദമാണ് ഇത് AI ആണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷെ ആ കേസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ മാത്രം വന്ന കാര്യങ്ങളായിരുന്നു, ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആന്റണി വർഗീസ് പെപ്പയ്ക്കെതിരെ നിയമപരമായി തന്നെയാണ് ആ പെൺകുട്ടി മൂവ് ചെയ്തിരിക്കുന്നത്. ആ കേസുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഫ്ലോട്ടിംഗ് ആയിരുന്നു. വന്നിട്ട് നമുക്ക് പേഴ്സണലി പോകാം. എനിക്കൊന്നും എന്റെ കാസറ്റിന്റെ അക്കൗണ്ടിൽ കൂടി ശ്രീനാഥ് ബാസിക്കെതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ വന്നിരുന്നു. നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ കാണാമോ എന്ന് ചോദിക്കുന്ന അത്തരം മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ വരികയാണെങ്കിൽ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് റേപ്പാണ്, മാനിപ്പുലേഷൻ, ചീറ്റിംഗ്, റേപ്പ് ഒക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഹക്കീം എന്ന് പറയുന്ന വ്യക്തി ഷെയർ ചെയ്തിരിക്കുന്നത്. പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ 10 വയസ്സോളം ഇളപ്പമുള്ള ഏതൊരു കുട്ടിയാണ് ആന്റണി വർഗീസ് പെപ്പെ പ്രണയം നടിച്ച് ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ റേപ്പ് ചെയ്യുന്നത്.
അതിനകത്തിൽ ആ സ്ക്രീൻഷോട്ടിനകത്ത് പുള്ളി ആ പെൺകുട്ടിയോട് സല്ലപിക്കുന്ന രീതികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അയാളുടെ ഭാര്യയോടാണ് വളരെയധികം വിഷമം തോന്നുന്നത്. കാരണം ഇത്തരത്തിലൊരു ഈ പുള്ളി കല്യാണം കഴിച്ചതാണ്, ഒരു മകനുണ്ട്, അതിന്റെയൊക്കെ ബൗണ്ടറി ഇപ്പൊ ഈ നോൺ മാരിറ്റൽ അഫയേഴ്സ് ഒന്നും പ്രശ്നമാണെന്നുള്ള രീതിയല്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. പക്ഷെ അതിനപ്പുറത്തേക്കും അതുപോലെ ഈ കുട്ടി പീരിയഡ്സ് ആണെന്ന് അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം നിർബന്ധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എല്ലാവരും പറയുന്ന മാനിപ്പുലേഷൻ. നിർബന്ധിക്കുക അല്ലെങ്കിൽ ഈ മാനിപ്പുലേഷന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീരിയഡ്സ് ആണെന്ന് പറയുന്ന സമയത്ത്, കാരണം പ്രൈവറ്റ് സ്പേസിലേക്ക് വിളിക്കുമ്പോൾ നേരത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പൊതു ഇടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹം എല്ലാവരും നിൽക്കുന്ന ഇടത്തിലേക്ക്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു റൂമിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ പ്രണയത്തിലിരിക്കുന്ന രണ്ടുപേര് 1 മണിക്കൂർ സംസാരിക്കാനായിട്ട് റൂം എടുക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെൺകുട്ടി പറഞ്ഞത് നീ റൂം എടുത്തിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പീരിയഡ്സ് ആണ് എന്ന രീതിയിലാണ് പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതിലും മാനിപ്പുലേറ്റ് ചെയ്യാണ്. അതിനൊന്നും അല്ല, നമ്മൾ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു പ്രണയ സല്ലാപമാണ് അതിന്റെ ഇടയിൽ മുഴുവൻ നടക്കുന്നത്. അങ്ങനെ പുള്ളി ആ രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ എത്തിക്കുന്നത്. ഇപ്പോൾ മിക്ക കേസുകളിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതാണ് പഴയ കേസ്, വേറെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെടുത്തിട്ട് സീക്രട്ട് ഏജന്റ് സായി റിയാക്ട് ചെയ്തെന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവത്തിൽ പുറത്തു വന്നിട്ടില്ല. ഇതാണ് പറയുന്നത്, സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ചെയ്യുന്ന ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കുക, എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്, എല്ലാത്തിൻ്റെയും ചാറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തു വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ആൾക്കാർ ഇതിനെ ചുറ്റിപ്പറ്റി സംസാരിക്കുന്നത്. ഇനി ഫൈനലായിട്ട് ഈ ഡോക്ടർ ഡ്രേക്ക് ചങ്ങാതിൻ്റെ സ്റ്റോറിയിൽ ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ഒറ്റയടിക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഞാൻ ഒരു കാരണവശാലും ഇതിൽ ഹനാൻഷ തെറ്റുകാരനാണ്. ഹനാൻഷയുടെ പേരാണ് ഞാനും തമ്മിലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികൾക്കനുസരിച്ചിരിക്കും ഇത് തെളിയിക്കപ്പെടേണ്ടത്. ഇതിലെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ കാസറ്റിൻ്റെ 25 ലക്ഷം, പെപ്പേൻ്റെ മറ്റേ വിഷയമൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനും ചർച്ച ചെയ്യാനും ഒരു പേര് വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അയാളുടെ പേരിൽ അങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് ആ മനുഷ്യനും അയാളുടെ കുടുംബവും ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ ചങ്ങാതിൻ്റെ സ്റ്റോറി ഇടാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ തുരിതുരെ സ്റ്റോറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്നുണ്ടെങ്കിൽ അടുത്തതിൽ കാണാം. അപ്പോൾ നിങ്ങൾ സ്റ്റോറി കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ്, എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന അബ്ദുൽ ഹക്കീം 25 ലക്ഷം രൂപ ആന്റണി വർഗീസ് പെപ്പേനെ എക്സ്റ്റോർട്ട് ചെയ്തിട്ട് മേടിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ അബ്ദുൽ ഹക്കീം പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ആന്റണി വർഗീസ് പെപ്പയുടെ ടീമുകളോ പറഞ്ഞിട്ടായിരിക്കാം. മൂന്നാമത് ഇതിനകത്ത് ഞാൻ ഷെരീഫ് മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കോന്റെ പ്രൊഡ്യൂസറും ഇതേപോലെ കാട്ടാളന്റെ പ്രൊഡ്യൂസറും ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെയും ടീമിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ് ഇവരെയൊക്കെ വിളിച്ച് വരുത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഇനി ഇവർ പൈസ മേടിച്ചിട്ടില്ല എന്ന് ഹനാൻ ഷാന്റെ ആൾക്കാരും ഹനാൻ ഷാന് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് ഹനാൻ ഷാൻ ഒന്നുകിൽ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഷെരീഫ് ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് ഷെരീഫും പറയണം, പൈസ കൊടുത്തിട്ടില്ല എന്ന് പെപ്പയും പറയണം. സ്നേഹം പറയട്ടെ. ഹനാൻ ഷയും ഹനാൻ ഷയുടെ ടീമും എൻ്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. സോ അതിനർത്ഥം ഇത് ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ആവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്തെങ്കിലുമൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുക. സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം പറയട്ടെ. സുധീർ, ഓക്കെ. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ സവാദിനെ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൺഫേം ചെയ്യേണ്ടി വിളിച്ചതാണ്. ഇല്ല, ഒരു ബ്ലാക്ക് മണിയുടെ ഒരു കേസിന്റെ ഒരു സാധനം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് സവാദിന്റെ അക്കൗണ്ടും ആ അക്കൗണ്ടിനകത്തും നിങ്ങളുടെ അതിനകത്തോട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് കണ്ടു. അപ്പോ 7.5 ആയിരിക്കണം. അളിയൻ കുറി വിളിച്ച പൈസയാണ്. ഞാൻ വളരെ മാന്യമായിട്ടായിരുന്നു നിങ്ങളുടെ സംസാരിച്ചതും കാര്യങ്ങളൊന്നും അന്വേഷിച്ചതും. ഞാൻ വെറുതെ തട്ടിക്കറാനൊന്നും വന്നിട്ടില്ല. ഞാൻ ആ ഒരു സ്പേസ് തന്നിട്ടാണ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കും ഒക്കെ എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യിപ്പിക്കണം, ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്, നോട്ട് ദ പോയിന്റ്. കേട്ടോ, ശരി. അപ്പം ഹക്കീം ഒരു സ്റ്റോറിയിൽ പറയാണ്, അതായത് ഹനാൻ ഷായ്ക്കും സവാദിനും ഒന്നും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല, പ്ലീസ് നിങ്ങൾ അവരെ വെറുതെ വിടണം, ഇത് എന്റെ അക്കൗണ്ടിലോട്ടല്ലേ വന്ന. പിന്നെ പെപ്പയുടെ എന്താ പറയുന്ന, പെപ്പയ്ക്ക് എന്താ വയ്യേ പൈസ അയച്ചു കൊടുക്കാൻ സവാദിന്? ഏത് സവാദിന് പെപ്പയ്ക്ക് എങ്ങനെ അറിയാം?
എന്ത് ലോജിക്കാ ഈ പറയുന്ന സവാദ് ഏത് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ക്യാഷ് മേടിച്ചതെന്നും ഏത് വണ്ടിയിൽ നിന്നാണ് അത് കൊടുത്തതെന്നും പറയണോ? ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ മൊത്തം കാര്യം ഇതിനകത്ത് പറയാത്തതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ ഒരു എന്താ ഒരു മ്യൂസിക് ഭാവി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെയും കിടന്ന് ചൊറിഞ്ഞു കണ്ടി വരരുത് കേട്ടോ, കുറെ ഹവാല ഇടപാടുകൾ അവന്റെയൊക്കെ. ഇതിനകത്ത് എന്താ പറയാ, ഹനാൻ ഷായുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടായിട്ടാണ് ഹനാൻ ഷായുടെ പേര് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഇവര് മറുപടിയായിട്ട് കുറച്ച് എന്റെ പഴയ ഒരു പോലീസ് പിടിച്ചതിന്റെ ഒരു പത്രക്കട്ടിങ്ങുമായിട്ട് ഇവർ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിക്കോ, വലിയ കുഴപ്പമില്ല. നിങ്ങൾ കുറെ ആൾക്കാർ തെറി വിളിക്കാൻ ഏർപ്പാടാക്കി, കുറച്ച് ആൾക്കാർ വോട്ട് കയറ്റുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വിഷയം ആന്റണി വർഗീസ് പെപ്പയുടെ 25 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തത് ആ പെണ്ണിനെ കൊണ്ട് ഹക്കീം അയപ്പിക്കുന്നതിന്റെ ഒരു പ്രൂഫാണിത്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയുന്നത് പ്രൂഫില്ല, വെറുതെ ഞാൻ പറയുന്ന ഒരു കഥയാണെന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ അങ്ങോട്ട് നിർത്തിക്കളയും, ഞാനായിട്ട് തന്നെ നിർത്തിക്കളയും. ഓക്കെ, സ്നേഹം വരക്കട്ടെ, സ്നേഹം മാത്രം വരക്കട്ടെ. നമുക്കിന്ന് രാത്രി കാണാം. നേരത്തെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് പറഞ്ഞ അതേ ആമുഖം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയും അബ്ദുൽ ഹക്കീമും ഇപ്പോൾ ദുബായിലാണ്. അവർ അവിടെ ഇരുന്നിട്ട് എൻ്റെ 11ാം ക്ലാസ്സിലുള്ള കാമുകിമാരുടെ ഫോട്ടോസ് കണ്ടുപിടിച്ച് അവരുടെ പുതിയ പ്രൊഫൈലിൽ പോയി അവരുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വരികയും അത് സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ കുറച്ച് പേജുകളുണ്ട്. ഹക്കീമിൻ്റെ വേറൊരു പേജുണ്ട്, ഒരു കേരള സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പേജ്. ആ പേജിനകത്ത് ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ അവര് നടപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഹനാൻ ഷായുടെ ഭാഗത്ത് ഞാനിത് പ്രതീക്ഷിച്ചില്ല. കാരണം 2-3 ദിവസം മുമ്പ് ഹനാൻ ഷായുടെ കുടുംബത്തിലെ ഏതൊരു പെണ്ണിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ ഈ സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യുന്നത് മോശമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ വീഡിയോ ഇടും എന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ വീഡിയോനകത്ത് ഞാൻ ബുള്ളിങ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞത്. പരക്കട്ടെ അങ്ങോട്ട്. ഹനാൻ ഷാന്റെ സ്റ്റോറി രാവിലെ ഇട്ടു എന്നും പറഞ്ഞിട്ട് കുറെ ബോട്ട് അറ്റാക്ക് എനിക്ക് എന്റെ അക്കൗണ്ടിലോട്ടുണ്ടായി. അതിനുശേഷം എന്റെ ഡെത്ത് ത്രെറ്റ്സുകൾ, തെറി വിളികൾ, ഇങ്ങനെ ബഹളം. എന്തുകൊണ്ട് ഞങ്ങളുടെ മലപ്പുറം അർജിത് സിംഗിനെ നിങ്ങൾ തെളിവില്ലാതെ നിങ്ങൾ ഡിഫെയിം ചെയ്യാൻ വേണ്ടി നോക്കുന്നു? ഇല്ല, വ്യക്തമായിട്ട് തെളിവ് വെച്ചിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി ഇട്ടത് പോലും. ഇതിനെ സംബന്ധിച്ച് ഹനാൻ ഷായോട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി, പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് കോൺടാക്ട് ഇല്ലാത്തത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നോക്കാറുണ്ട്, എന്റെ അക്കൗണ്ട് ഹാക്കായി ശ്രമിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ ബോട്ട് കയറുന്നു. ഇതൊന്നും ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല ഒരു അക്യൂസേഷൻ സംസാരിക്കാൻ നേരത്ത്. ആൻഡ് ഫൈനലി എന്റെ പ്രൂഫുകളെല്ലാം വെച്ചിട്ട് എനിക്ക് പറയാനുള്ള സാധനം ഞാൻ പറഞ്ഞു. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഇത് നടന്ന കാര്യമാണെന്ന്. ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലി DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഉത്തരം തരാം. ട്രാൻസാക്ഷൻ ID ഇതൊന്നും നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇടാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻ ID സാധനങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ഇവര് പറയട്ടെ, ഇവര് വന്ന് തെളിയിക്കട്ടെ. ഹനാൻ ഷായും എന്റെ കാസറ്റും വന്ന് പറയട്ടെ ഇങ്ങനെ സാധനം നടന്നിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പാർട്ട് 2ഉം പാർട്ട് 3യും തരാം. ഞാൻ പറയട്ടെ.